രാജ്യത്തെ ഏറ്റവും വലിയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായിട്ടുള്ള നീറ്റ് UG 2026 ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി CBIയുടെ വമ്പൻ റെയ്ഡ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പരാതിക്ക് പിന്നാലെ അന്വേഷണം ശക്തമാക്കിയ CBI രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 5 പേരെ ആണ് അറസ്റ്റ് ചെയ്തത്. ജയ്പൂരിൽ നിന്ന് 3 പേരും ഗുരുഗ്രാം, നാസിക് എന്നിവിടങ്ങളിൽ നിന്ന് ഓരോരുത്തരുമാണ് ഇതുവരെ CBIയുടെ പിടിയിലായത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ രേഖാമൂലമുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ മെയ് 12-നാണ് CBI കേസ് രജിസ്റ്റർ ചെയ്തത്. ക്രിമിനൽ ഗൂഢാലോചന, വഞ്ചന, വിശ്വാസവഞ്ചന എന്നിവയ്ക്ക് പുറമെ ഭാരതീയ ന്യായ സംഹിത, അഴിമതി നിരോധന നിയമം, 2024 പബ്ലിക് എക്സാമിനേഷൻസ് ആക്ട് തുടങ്ങിയ കർശന വകുപ്പുകളും പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് CBI. രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ CBI നടത്തിയ റെയ്ഡിൽ മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ നിരവധി ഇലക്ട്രോണിക് ഉപകരണങ്ങളും സുപ്രധാന രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. രാജസ്ഥാൻ പോലീസിലെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് SOGയുമായിട്ട് ഏകോപിപ്പിച്ചാണ് CBIയുടെ ഈ ഒരു നിലവിലെ അന്വേഷണം നടന്നു വരുന്നത്. ഇതിനിടെ കേസിലെ നിർണായക കണ്ണി എന്ന് സംശയിക്കുന്ന പൂനെ സ്വദേശിയായ ഒരു വനിതയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് CBIക്ക് കൈമാറിയിട്ടുമുണ്ട്. മനീഷ സഞ്ജയ് വാഗ്മരെ എന്ന ഇവരെ പൂനെയിലെ കത്രജ് മേഖലയിൽ നിന്നാണ് അന്വേഷണ സംഘം പിടികൂടിയത്. നേരത്തെ ഒരു ബ്യൂട്ടി പാർലർ നടത്തിയിരുന്ന ഇവർക്ക് ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രധാന പ്രതികളുമായി കഴിഞ്ഞ 3 വർഷമായി അടുത്ത ബന്ധമുണ്ടെന്ന് DCP വിവേക് മസാൽ വ്യക്തമാക്കി. മെഡിക്കൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഇവർക്കിടയിൽ വലിയ സാമ്പത്തിക ഇടപാടുകളും നടന്നിട്ടുണ്ട്. പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ നിരവധി സംശയാസ്പദമായ വിവരങ്ങൾ ലഭിച്ചതോടെയാണ് തുടർ അന്വേഷണങ്ങൾക്കായി ഇവരെ CBIക്ക് കൈമാറിയത്. ഈ വൻകിട റാക്കറ്റിന്റെ മുഴുവൻ വിവരങ്ങളും പുറത്തു കൊണ്ടുവരാൻ സാങ്കേതിക ഫോറൻസിക് പരിശോധനകൾ ഉൾപ്പെടെ എല്ലാ വഴികളും CBI ഇപ്പോൾ തേടുന്നുണ്ട്. ലഭിക്കുന്ന പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റു പലരെയും ചോദ്യം ചെയ്തു വരികയാണ്. രാജ്യത്ത് വരും ദിവസങ്ങളിൽ കൂടുതൽ റെയ്ഡുകളും അറസ്റ്റും ഉണ്ടാകുമെന്നാണ് സൂചന. സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണത്തിലൂടെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് തന്നെ CBI വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള.